കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ നിധി റെഡിയായി വരുന്നത് കണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ മറന്നോ താൻ ഇന്റർവ്യൂവിന് പോവാണെന്ന് നിധി ചോദിക്കുമ്പോൾ ഇന്റർവ്യൂ ആണോ, എനിക്കറിയില്ലായിരുന്നു. സുധീഷേ, എവിടെ ഇന്റർവ്യൂ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അത് കാണാൻ നിധിയും അമ്പരപ്പോടെ ഇതെന്താ ഒന്നും അറിയാത്ത പോലെ പറയുന്നേ, സുഭാഷ് ഏട്ടൻ പറഞ്ഞിടത്തേക്കല്ലേ പോകുന്നതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷ് സംശയത്തോടെയും അമ്പരപ്പോടെയും സുധീഷിനെ നോക്കുമ്പോഴേക്കും അതെ സുഭാഷ് ഏട്ടൻ പറഞ്ഞിടത്തേക്ക് തന്നെയാണ് ഞാൻ ഇവളെയും കൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി സുഭാഷിനെ താങ്ക്സ് പറഞ്ഞ് തന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലെന്നും പക്ഷേ ഈ ഫീൽഡിൽ നല്ല നോളജ് ഉണ്ടെന്നും എന്നെപ്പറ്റി അവർ അഭിമാനത്തോടെ സുഭാഷ് ഏട്ടനോട് പറയുന്ന രീതിയിൽ താൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്നും നിധി പറയുന്നുണ്ട്. ടെൻഷനോടെ അവൾ ഇന്റർവ്യൂവിന് എത്താൻ വൈകുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ടൈം എല്ലാം വളരെ അധികമുണ്ടെന്നും 10 മണിക്ക് വരാനല്ലേ സുഭാഷ് ഏട്ടൻ പറഞ്ഞത്, അവളോട് പോയി റെഡി ആവാനും സുധീഷ് പറയുമ്പോഴേക്കും നിധിയും അകത്തോട്ടായി പോകുന്നുണ്ട്. അവൾ പോയി കഴിയുമ്പോൾ സുഭാഷ് സുധീഷിനെയും വിളിച്ചോണ്ട് ഒരു റൂമിലേക്ക് ചെന്ന് എന്താ ഇവിടെ നടക്കുന്നത്, ഞാൻ ഏത് കമ്പനിയിലേക്കാ ഇന്റർവ്യൂവിന് പറഞ്ഞു വിട്ടേ എന്ന് സുഭാഷ് ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് സത്യമാണെന്നും തന്റെ ഫ്രണ്ടിന്റെ അച്ഛന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ താൻ തന്നെയാണ് അവൾക്ക് ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് കൊടുത്തതെന്നും സുധീഷ് പറയുമ്പോൾ നീ ഏർപ്പാടാക്കിയതാണെങ്കിൽ നീ ഏർപ്പാടാക്കിയതെന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ എന്റെ പേര് വലിച്ചൊഴിക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അവൾ സുഭാഷ് ഏട്ടനോട് വന്ന് ജോലി അന്വേഷിച്ചതല്ലേ, അപ്പോൾ സുഭാഷ് ഏട്ടൻ തന്നെയാണ് ഈ ഇന്റർവ്യൂ ഏർപ്പാടാക്കിയതെന്നറിഞ്ഞ സുഭാഷ് ഏട്ടനും അതൊരു ക്രെഡിറ്റ് ആവുമല്ലോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷും ദേഷ്യത്തോടെ നാളെ അവൾ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ എന്നെ പറ്റി എന്ത് വിചാരിക്കും, എന്നെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ നീ, അവൾ ആ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തു ചെന്ന് എന്റെ പേര് പറഞ്ഞ എന്ത് ചെയ്യുമെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതെല്ലാം താൻ നോക്കിക്കോളാമെന്നും സുഭാഷ് ഏട്ടന് അതൊരു ക്രെഡിറ്റ് ആവട്ടെ എന്ന് കരുതിയ താൻ അങ്ങനെ പറഞ്ഞതെന്നും ചേട്ടൻ അതോർത്ത് ടെൻഷൻ ആവേണ്ടെന്നും സുധീഷ് പറയുന്നുണ്ട്. പിന്നീട് നിധി ഇന്റർവ്യൂവിന് റെഡിയായി വരുമ്പോഴേക്കും എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇരിക്കുന്നുണ്ട്. അവളോട് സുഭാഷ് ഇരിക്കാനായി പറയുമ്പോഴേക്കും താൻ ഇന്റർവ്യൂവിന് റെഡി ആയതാണെന്നും നിലത്തിരുന്ന തന്റെ ഡ്രസ്സ് മുഷിയുമെന്നും പറഞ്ഞ് അവൾ ഒരു കസേര എടുത്തിട്ടിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് അവൾ ഹരീഷിനോടായി താൻ ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടാതെ ഇരിക്കണ കണ്ട് നികേഷ് അവളെ വിഷ് ചെയ്യുന്നുണ്ട്. ഈ ജോലി കിട്ടിയ അത് സൂപ്പർ ആയിരിക്കുമെന്നും തനിക്കൊരു വലിയ കമ്പനിയിൽ എവിടെയെങ്കിലും ജോലി ചെയ്യണമെന്നത് ഒരു ആഗ്രഹമായിരുന്നുവെന്നും തനിക്ക് ഡിഗ്രി കഴിഞ്ഞ് ബാംഗ്ലൂരിൽ പോയി പഠിക്കാനായിരുന്നു ആഗ്രഹമെന്നും തന്നെ വീട്ടുകാർ വിട്ടില്ലെന്നും വീടിനടുത്തുള്ള കോളേജാണ് സേഫ് എന്നും അവിടെ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞെന്നും താൻ എത്ര പറഞ്ഞിട്ടും അവർ വലിയ വലിയ കോളേജുകളിലേക്കൊന്നും വിട്ടില്ലെന്നും പഠിപ്പ് തീർന്ന ഉടനെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞെന്നും അതെല്ലാം ആലോചിച്ച് തീരുമാനിക്കാമെന്നവർ പറഞ്ഞുവെന്നും ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്നതും ബാംഗ്ലൂരിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണമെന്നതും എന്റെ വലിയ സ്വപ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഹരീഷിനോടായി ഹരീഷ് ഇവിടെ ഏതു കോളേജിലാ പഠിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷിനും കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം നെറുകിൽ കയറുന്നുണ്ട്. നിങ്ങളെല്ലാവരും വളരെ ലക്കിയാണെന്നും നിങ്ങളെല്ലാം തിരുവനന്തപുരത്ത് കോളേജിൽ പഠിച്ച് ഇവിടെ തന്നെ ഒരു ജോലി കിട്ടിയെന്നും തനിക്കിതെല്ലാം വലിയൊരു സ്വപ്നമാണെന്നും പറഞ്ഞ് വയറു നിറഞ്ഞെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോഴാണ് സുധീഷിനോടായി ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നത്, എന്തെല്ലാമാ പറഞ്ഞു വെച്ചിരിക്കുന്നേ, ഞാൻ എപ്പോഴാ കോളേജിൽ പോയതെന്ന്. അത് കേൾക്കെ സുഭാഷും പറയുന്നുണ്ട്, സുധീഷ് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരെയും പറ്റി ഇവൻ എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ചേട്ടനെ പോലെ ഇയാള് പറയുന്ന കള്ളങ്ങൾക്കൊത്തു നിൽക്കാൻ തന്നെ കൊണ്ടാവില്ലെന്നും ഏടത്തി ഇങ്ങോട്ട് തിരിച്ചു വന്ന ഉടനെ തന്നെ താൻ കോളേജിൽ പോയിട്ടില്ലെന്ന് പറയുമെന്നും ഹരീഷ് പറയുന്നുണ്ട്. അത് പറയാനുള്ള സമയം ഇപ്പോഴല്ലെന്നും വേഗം കഴിച്ചെഴുന്നേൽക്കാൻ നോക്കുന്നെന്നും സുധീഷ് പറയുമ്പോൾ വേറെന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കുന്നേ, ചേട്ടൻ ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോളേജിൽ പഠിച്ചെന്ന് പറഞ്ഞു എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും നികേഷും ചോദിക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞോ, അതോ IAS-നോ IPS-നോ പഠിക്കുകയാണെന്ന് പറഞ്ഞോ, എന്താ പറഞ്ഞതെന്നറിഞ്ഞ അതിനനുസരിച്ച് നിൽക്കാലോ എന്ന് നികേഷ് പറയുമ്പോഴേക്കും സുഭാഷ് അവനെ വഴക്കു പറയുന്നുണ്ട്. അതാ സമയത്ത് എന്തൊക്കെയോ തട്ടിവിട്ടതാണെന്നും ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലെന്നും സുധീഷ് പറയുമ്പോൾ ഇതുവരെ പറഞ്ഞ കള്ളങ്ങളെല്ലാം പോട്ടെ, ഇന്നിപ്പോ അവളുടെ ജോലി കാര്യത്തിലും കള്ളം പറഞ്ഞിരിക്കല്ലേ, അവളൊരു ദിവസം സത്യമെല്ലാം തിരിച്ചറിയുമ്പോ നീ പറഞ്ഞ കള്ളങ്ങൾക്ക് ഞങ്ങളും കൂട്ടുനിന്നുവെന്നറിഞ്ഞ ഞങ്ങളെയും അവൾ കുറച്ചു കാണില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും നടക്കില്ലെന്നും താൻ ഇതുവരെ പലതരം കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അതിലൊന്നും താൻ പിടിക്കപ്പെട്ടില്ലെന്നും അതും ഒരു കഴിവാണെന്നും സുധീഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും സുഭാഷിനോടായി പറയുന്നുണ്ട്, എല്ലാ സത്യവും അറിയുന്നൊരു ദിവസം ഇയാളെ ഏട്ടത്തിയമ്മ വെറുത്തിട്ട് ഇറങ്ങിപ്പോവുമെന്ന്. സുധീഷ് ദേഷ്യത്തോടെ അവനെ വഴക്കു പറയുമ്പോഴേക്കും അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റു പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ആ കുട്ടി ഇപ്പോ ഇന്റർവ്യൂവിന് പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സമയത്ത് തമ്മിൽ വഴക്കുണ്ടാക്കല്ലേ എന്നും പറഞ്ഞ് സുഭാഷും അവരെ താക്കീത് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് നിധി റെഡിയാവുമ്പോഴേക്കും സുധീഷ് തന്റെ ഫ്രണ്ടിനെ മൊബൈലിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അവൻ കോൾ എടുക്കാതിരിക്കുമ്പോഴേക്കും താനും നിധിയും ഇന്റർവ്യൂവിനായി ഇറങ്ങുകയാണെന്നും അവനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും
ഈ മെസ്സേജ് കണ്ടാലുടനെ തന്നെ തിരിച്ചു വിളിക്കണമെന്നും സുധീഷ് അവന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും ഇന്റർവ്യൂവിന് പോവാൻ റെഡിയായി അങ്ങോട്ടെത്തുന്നുണ്ട്. അവൾ സുഭാഷിനോടും നികേഷിനോടുമെല്ലാം യാത്ര പറയുമ്പോഴേക്കും അവരും ആശംസകൾ നേരുന്നുണ്ട്. പുറത്ത് കിടക്കുന്ന ബൈക്ക് കണ്ട് നിധി ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും എല്ലാ വണ്ടിയും ബിസിയാണെന്നും അടുത്താണെന്ന് വിചാരിച്ച ബൈക്ക് എടുത്തതെന്നും അത് പറ്റില്ലെങ്കിൽ താൻ ടാക്സി വിളിക്കാമെന്നും സുധീഷ് പറയുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നിധി അവന്റെ കൂടെ ബൈക്കിൽ പോവാൻ റെഡിയാണെന്ന് പറയുമ്പോഴാണ് സുധീഷ് കൊടുത്ത നൈറ്റിയും ഇട്ടുകൊണ്ട് സുഭാഷ് ഏട്ടെന്നും വിളിച്ച് സുനന്ദ അങ്ങോട്ടെത്തുന്നത്. സുഭാഷ് അവൾക്കായി വാങ്ങിച്ച നൈറ്റിയാണെന്നും പറഞ്ഞ സുധീഷ് അത് കൊടുത്തത്. അത് വിശ്വസിച്ച സുനന്ദയും സുഭാഷ് ഏട്ടാ കണ്ടിട്ട് പറ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. സുഭാഷ് കാര്യമൊന്നും അറിയാതെ അങ്കലപ്പാടെ നിൽക്കുമ്പോഴേക്കും നിധി സുഭാഷ് ഏട്ടനെ വിളിച്ച് സുഭാഷ് ഏട്ടാ അത് നിങ്ങൾ അവൾക്കായി ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ച നൈറ്റിയാ. സുഭാഷ് ഏട്ടന് കൊടുക്കാൻ ചമ്മലായതുകൊണ്ട് സുധീഷ് അല്ലേ അത് കൊടുത്തത്, ആ നൈറ്റി എന്ന് നിധി പറയുന്നത് കേൾക്കെ സുനന്ദയും നാണത്തോടെ നിൽപ്പുണ്ട്. ഓ ആ നൈറ്റിയോ എന്ന് ചോദിച്ച് സുഭാഷ് സുധീഷിനെ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും അവർ പുറത്തു പോവാൻ റെഡിയായി നിൽക്കണ കണ്ട് നിങ്ങൾ എങ്ങോട്ടാ പുറത്തേക്ക് ഇറങ്ങുവാണോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. തനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്നും സമയമായെന്നും താൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് നിധി പോകുമ്പോഴേക്കും സുനന്ദയും അവൾക്ക് ഓൾ ദ ബെസ്റ്റ് വിഷ് ചെയ്യുന്നുണ്ട്. ബൈക്കിലേക്ക് കയറുമ്പോഴേക്കും സുധീഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട്. അവൾക്ക് ആ നൈറ്റി ഇഷ്ടപ്പെട്ടു, അവൾക്കും നിധിയുടെ അതേ പ്രായമല്ലേ, പിന്നെ നിധിക്കാണോ അത് ഇഷ്ടമില്ലാഞ്ഞതെന്ന്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേന്നും ചോദിച്ച് നിധിയും അവന്റെ ബൈക്കിൽ കയറി ഇന്റർവ്യൂവിനായി പോകുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോഴേക്കും സുനന്ദ വീണ്ടും സുഭാഷിനോടായി സുഭാഷ് ഏട്ടാ എന്റെ നൈറ്റി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. തന്റെ അമ്മ ഈ പുതിയ നൈറ്റി കണ്ട് ചോദ്യം ചെയ്തെന്നും സുഭാഷ് ഏട്ടൻ വാങ്ങി തന്നതാണെന്ന് അറിഞ്ഞിട്ടും കളറ് കൊള്ളില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂവെന്നും ആദ്യമായി സുഭാഷ് ഏട്ടൻ എനിക്കായി വാങ്ങിയതല്ലേ, ഈ നൈറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്നും സുനന്ദ പറയുന്നുണ്ട്. സുഭാഷ് അത് കേട്ട് ചിരിയോടെ നിൽക്കുമ്പോഴേക്കും ഈ ഡ്രസ്സ് എന്താ കൊള്ളില്ലേന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ വാങ്ങിച്ചു തന്നതല്ലേ, പിന്നെ എങ്ങനെ നല്ലതല്ലാതിരിക്കുമെന്ന് സുനന്ദയും. പിന്നീട് സുധീഷ് നിധിയെയും കൊണ്ട് ആ വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുന്നിൽ ചെന്ന് തന്റെ ബൈക്ക് നിർത്തുന്നുണ്ട്. നിധി അവിടെ ഇറങ്ങിക്കൊണ്ട് സുധീഷ് പറഞ്ഞ ഉടനെ തന്നെ താൻ ഈ കമ്പനി നെറ്റിൽ സെർച്ച് ചെയ്തെന്നും എല്ലാവരും നല്ല റിവ്യൂ ആണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നതെന്നും ഈ കമ്പനിയിൽ ജോലി കിട്ടിയ നല്ല കാര്യമായിരിക്കുമെന്നും പറയുമ്പോഴേക്കും സുധീഷ് അപ്പോഴും തന്റെ മൊബൈൽ എടുത്തുകൊണ്ട് ഫ്രണ്ടിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. കമ്പനിയൊക്കെ സൂപ്പർ കമ്പനിയാണെന്നും സുഭാഷ് ഏട്ടന്റെ ക്ലയന്റ് ആണെന്നും സുധീഷ് പറയുമ്പോൾ തന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും ഇയാള് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയെന്നും എന്ന് സുധീഷ് പറയുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ തനിക്ക് കുറച്ച് പേടിയുണ്ടെന്നും ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്നും നിധി പറയുമ്പോൾ അതൊന്നും പേടിക്കേണ്ടെന്നും ജോളിയായി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നും താനിപ്പോ ബൈക്ക് പാർക്ക് ചെയ്ത് വരാമെന്നും പറഞ്ഞ് സുധീഷ് തന്റെ ബൈക്കുമായി അവിടുന്ന് പോകുന്നുണ്ട്. സുധീഷ് പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് ബൈക്ക് പാർക്ക് ചെയ്ത് തന്റെ മൊബൈൽ എടുത്തുകൊണ്ട് വീണ്ടും ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. ഫ്രണ്ട് കോൾ എടുക്കുമ്പോഴേക്കും എത്ര നേരമായി താൻ വിളിക്കുന്നുവെന്നും താൻ നിധിയെയും കൊണ്ട് വന്നിട്ടുണ്ടെന്നും അവരുടെ ഓഫീസിന്റെ പുറത്ത് നിൽപ്പുണ്ടെന്നും നിധിയെയും കൊണ്ട് അകത്തോട്ട് വരട്ടെ, ഇന്റർവ്യൂവിന്റെ സെറ്റപ്പ് എല്ലാം റെഡിയല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് ഇന്ന് ഇന്റർവ്യൂ പറ്റില്ലെന്നും അച്ഛൻ പെട്ടെന്ന് തിരികെ എത്തിയെന്നും നീ പോവാൻ നോക്കെന്നും ഫ്രണ്ട് പറയുമ്പോഴേക്കും എന്താ നീ പറയുന്നേ, താൻ നിധിയെയും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്നും ഓഫീസിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണെന്നും നിന്റെ അച്ഛനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കെന്നും സുധീഷ് പറയുമ്പോൾ അതൊന്നും നടക്കില്ലെന്നും അവളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറരുതെന്നും അതെല്ലാം പ്രശ്നമാവുമെന്നും തന്റെ അച്ഛന്റെ മുന്നിൽ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് സുധീഷിന് തന്നെ പ്രശ്നമാവുമെന്നും പറഞ്ഞത് കേൾക്കുന്ന ഫ്രണ്ടും പറയുന്നുണ്ട്. സുധീഷും അത് കേൾക്കെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി പ്ലീസ്. രാത്രി മുഴുവൻ അവൾ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. നിങ്ങൾ ജോലിയൊന്നും തരേണ്ടെന്നും വെറുതെ ഒരു ഇന്റർവ്യൂ ചെയ്യിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിച്ച് വിട്ടാൽ മതിയെന്നും സുധീഷ് പറയുമ്പോൾ നീ എന്താ കളിക്കുകയാണോ? ഓഫീസിലേക്ക് വരുന്നവരെയും പോകുന്നവരെയും എല്ലാം ഓഫീസ് റൂമിലിരുന്ന് അച്ഛൻ CCTVയിലൂടെ വാച്ച് ചെയ്യുമെന്നും അച്ഛൻ എന്നെ ചോദ്യം ചെയ്താൽ താൻ എന്തു പറയുമെന്നും എന്തെങ്കിലും പറഞ്ഞ് നിന്റെ വൈഫിനെയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോയെന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് കോൾ വെക്കുന്നുണ്ട്. സുധീഷും ആകെ ടെൻഷനോടെ ഇംപ്രസ്ഡായി നിൽക്കുന്ന നിധിയുടെ അരികിലേക്ക് ചെന്ന് ഇന്റർവ്യൂ നടക്കില്ലെന്നും അവർ ഇന്റർവ്യൂ ഡേറ്റ് മാറ്റിവെച്ചെന്നും ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ പെട്ടെന്നൊരു അത്യാവശ്യം വന്നതുകൊണ്ട് പുറത്തേക്ക് പോയെന്നും അതുകൊണ്ട് ഇന്ന് ഇന്റർവ്യൂ നടക്കില്ലെന്നും വേറൊരു ദിവസം അറിയിക്കുമെന്നും അന്നേക്ക് വരാൻ പറഞ്ഞെന്നും സുധീഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ നിധിയും ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും തനിക്ക് ഈ കാര്യം നേരത്തെ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളോട് സോറി പറയുന്നുണ്ട് സുധീഷ്. അത് കുഴപ്പമില്ലെന്നും വെയിറ്റ് ചെയ്യാമെന്നും അവർ ഇനി വിളിക്കുന്ന ഡേറ്റിൽ പോവാമെന്നും പറഞ്ഞ് നിധിയും ആശ്വസിക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് സുഭാഷിന്റെ പണി സൈറ്റിൽ ചെന്ന് ഇന്റർവ്യൂ നടക്കാതിരുന്ന കാര്യം അറിയിക്കുന്നുണ്ട്.
അവർ ഇന്റർവ്യൂ സെറ്റാക്കിയ സമയത്ത് ഫ്രണ്ടിന്റെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവനെ വിശ്വസിച്ച് ഞാൻ നിധിയെയും കൂട്ടിക്കൊണ്ട് ചെന്നതെന്നും അവന്റെ അച്ഛൻ തിരികെ വന്നതുകൊണ്ട് ഇന്റർവ്യൂ നടക്കില്ലെന്ന് പറഞ്ഞെന്നും നിധിയെ വീട്ടിൽ കൊണ്ടുവിട്ടെന്നും ടെൻഷനോടെ സുധീഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷും ചോദിക്കുന്നുണ്ട്, സത്യമായിട്ടും ഇന്റർവ്യൂ ഉണ്ടായിട്ട് തന്നെയാണോ കൊണ്ടുപോയത്, അതോ കള്ളം പറഞ്ഞു കൊണ്ടുപോയതാണോ എന്ന്. നിധിക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാതിരുന്ന അവൾക്ക് നമ്മളെ വിശ്വാസമില്ലാതാവില്ലേ, അതുകൊണ്ടാണ് ഇന്റർവ്യൂ നടക്കുന്ന പോലെ ഒരു ബിൽഡപ്പ് ചെയ്ത് ഞാൻ അവളോട് പറഞ്ഞത്. സുഭാഷ് ഏട്ടൻ റെക്കമെൻഡ് ചെയ്ത പോലെ ആയിരിക്കും ആ ഇന്റർവ്യൂ. ജോലി കിട്ടില്ലെന്ന് നമുക്കല്ലേ അറിയൂ, പക്ഷെ അവളുടെ മനസ്സിൽ നമ്മൾ അവൾക്ക് വേണ്ടി ഒരു ജോലി കണ്ടെത്താൻ തുടങ്ങിയെന്നതിന്റെ ഒരു പ്രതീക്ഷയുണ്ടാവും. അപ്പോൾ അവൾക്ക് എന്നോടൊരു ഇംപ്രഷനൊക്കെ തോന്നും. അതിനു വേണ്ടിയാ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സെറ്റപ്പ് ഒക്കെ ഏർപ്പാടാക്കിയത്. പക്ഷേ അവിടെ ചെന്ന് ഫോൺ ചെയ്തപ്പോഴാ അവന്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്നും ഇന്റർവ്യൂ നടക്കില്ലെന്നും അവൻ പറയുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ നിധിയോട് ഇന്റർവ്യൂ നടക്കില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് അവൾക്കും ആകെ ടെൻഷനായെന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് അവനെ മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തോടെ പണിക്കാരെ വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കണ്ട് സുധീഷും സുഭാഷിനെ ചോദ്യം ചെയ്യുമ്പോൾ സുധീഷിന്റെ കാര്യത്തിൽ തനിക്ക് നല്ല പേടിയുണ്ടെന്നും എന്തിനാ ആ കുട്ടിയോട് ഇങ്ങനെയെല്ലാം കള്ളം പറയുന്നെന്നും സുഭാഷും ചോദിക്കുന്നുണ്ട്. വേറെ എന്ത് പറയാനെന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഇതെല്ലാം തെറ്റാണെന്നും എത്ര നാളിങ്ങനെ കള്ളം പറയുമെന്നും സുഭാഷും ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ലെന്നും അവളെ ഇംപ്രസ് ചെയ്യിക്കാനാണ് താനീ ചെയ്തതെന്നും സുധീഷ് പറയുമ്പോൾ നീ ആത്മാർത്ഥമായിരുന്നാൽ തന്നെ ആ കുട്ടി താനെ ഇംപ്രസ്ഡ് ആവുമെന്നും ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിച്ച് അതിന് പ്ലാൻ ഒന്നും ഉണ്ടാക്കരുതെന്നും ഇത് പ്ലാൻ ചെയ്തുണ്ടാക്കാൻ ബിൽഡിംഗ് കെട്ടണ പണിയൊന്നുമല്ലല്ലോ, നീ സത്യസന്ധമായും ആത്മാർത്ഥമായും മാത്രം നിന്നാ മതിയെന്നും അവൾക്ക് നിന്നെ ഇഷ്ടമാവുമെന്നും ജീവിതാവസാനം വരെ അവൾ നിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂവെന്നും എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അവളുടെ കണ്ണിലിപ്പോ ഏറ്റവും നല്ല ആൾ സുഭാഷ് ഏട്ടനാണല്ലോ. സുഭാഷ് ഏട്ടനോടും അവൾക്ക് പ്രണയം തോന്നോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താ പറയുന്നത്, നീ എന്താ കേൾക്കുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ സീരിയസ് ആയിട്ട് എടുക്കണം. ഇങ്ങനെ ഒരു കള്ളം മറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു കള്ളം ഇങ്ങനെ അടിക്കടി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഉറപ്പായും ഒരു ദിവസം നീ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് അവൾ അറിയും. അപ്പോ എന്താകുമെന്ന് നീ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? പറഞ്ഞ കള്ളങ്ങൾ ഓരോ പ്രാവശ്യവും തകരുമ്പോഴും അവൾക്ക് നിന്നെ വിശ്വാസമില്ലാതായി തീരും. ഇതുവരെ പറഞ്ഞത് പോട്ടെ, ഇനിയെങ്കിലും ആ കുട്ടിയോട് പോയി താൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് പറ എന്ന് സുഭാഷൻ പറയുന്നുണ്ട്. എന്തിന്? ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവളെ നമ്മുടെ വീട്ടിലെത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ സത്യം പറയുകയാണെങ്കിൽ തന്നെ നീയും വേണ്ട നിന്റെ വീടും വേണ്ടെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവും. അതൊന്നും ശരിയാവില്ലെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഇങ്ങനെ കള്ളം പറയുന്നത് കഷ്ടമാണെന്നും ഒരു ദിവസം കള്ളം പറഞ്ഞതെല്ലാം അവൾ മനസ്സിലാക്കുമ്പോൾ സത്യസന്ധമായതുകൂടി നീ അവൾക്ക് ചെയ്തു കൊടുത്താലും അവൾ അത് വിശ്വസിക്കില്ല. ജീവിതകാലം മുഴുവൻ അവൾ നിന്നെ സംശയത്തോടെ കാണും. അങ്ങനെയൊരു ജീവിതമാണോ നിനക്ക് വേണ്ടത്? ആ കുട്ടിയോട് ഞാനെന്തിനാ ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞത്? ആ കുട്ടിയും പാവം ഒന്നും അറിയാതെ എൻ്റെ അടുത്ത് വന്ന് ജോലി വാങ്ങിത്തരുമെന്ന് ചോദിക്കുന്നു. ഇതൊന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നാളെ ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് അവർ കള്ളം പറയുമ്പോൾ നിങ്ങളും അതിന് കൂട്ടുനിന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ താൻ എന്ത് മറുപടി പറയും എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടാ അതൊന്നും അവൾ കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്നും അവൾക്കിപ്പോ അത്യാവശ്യം ഒരു ജോലിയാണെന്നും എങ്ങനെയെങ്കിലും അവൾക്കൊരു ജോലി സംഘടിപ്പിച്ചു കൊടുത്താ അവളുടെ മനസ്സിൽ എനിക്കൊരു ഇംപ്രഷൻ ഉണ്ടാവുമെന്നും അങ്ങനെ അവൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവുമെന്നും സുധീഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സിനിമയാണോ? ഇംപ്രഷൻ ആവുന്ന ഉടനെ തന്നെ പ്രണയം തോന്നാൻ? ഒരു കള്ളം മറയ്ക്കാൻ നീ 1000 കള്ളങ്ങൾ ചെയ്തോണ്ടിരിക്കുക. കള്ളം പറഞ്ഞ് ഇംപ്രസ് ചെയ്ത അവൾക്ക് നിന്നെ ഇഷ്ടമാവുമെന്ന് കരുതി കള്ളം പറയുന്നത് നീ ഒരു ശീലമാക്കി. പക്ഷേ സത്യം അധികകാലം മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് സുഭാഷ് പറയുന്നുണ്ട്. സത്യമായിട്ടും എനിക്ക് നിന്നെ ഓർത്ത് പേടിയുണ്ടെന്നും എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലെന്നും എന്ത് പറഞ്ഞാലും നീ അത് തെറ്റായാണ് എടുക്കുന്നതെന്നും ആ കുട്ടി ക്ഷമിക്കുന്നത് വരെ ഈ നടന്ന കല്യാണം ഒരു കല്യാണമേ അല്ല. അതെനിക്കറിയാം. കാലം കഴിയുന്തോറും അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടായി നിങ്ങൾ തമ്മിൽ ചേർന്ന് വാഴണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവൾ നിന്നെ വിട്ടുപോകുമെന്ന രീതിയിലാ നിന്റെ ചിന്തയും പ്രവൃത്തിയുമെല്ലാം എന്ന് സുഭാഷ് പറയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. സുഭാഷ് ഏട്ടൻ വേണമെങ്കിൽ കണ്ടോ, ഞാൻ അവൾക്കൊരു ജോലി വാങ്ങിക്കൊടുത്ത് അവളെ ഇംപ്രസ് ചെയ്യിക്കും. ഒരാശ്വാസത്തിനാണ് ഇങ്ങോട്ട് വന്നത്. ഉള്ള സമാധാനവും ഇല്ലാതായെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിറങ്ങി പോകുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയ നിധി ഇന്റർവ്യൂ നടക്കാത്തതിന്റെ വിഷമം നികേഷുമായി പങ്കുവെക്കുമ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ടെന്നും വേറെ എവിടെയെങ്കിലും ഒരു നല്ല ജോലി ലഭിക്കുമെന്നും നികേഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നിധി നികേഷിന്റെ ഫ്രണ്ട്സ് ഒന്നും വീട്ടിലേക്ക് വരാറില്ലെന്ന് ചോദിക്കുന്നത്. ഇവിടേക്ക് ആരും വരാറില്ലെന്നും താൻ അവരുടെ വീട്ടിലേക്കും പോവാറില്ലെന്നും നികേഷ് പറയുമ്പോൾ എന്താ കാര്യമെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഈ വീടിന്റെ ഒരു രാശിയാണെന്നും തന്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നാലും മുറ്റത്ത് തന്നെ നിൽക്കാറാണ് പതിവെന്നും ആരും അകത്തേക്ക് കയറാറില്ലെന്നും നമ്മൾ പുറത്തിറങ്ങിയാലും ഓരോരുത്തർ പറയുന്നത് ഏട്ടത്തി കേൾക്കാറില്ലേ, അത്രയ്ക്കുണ്ട് ഈ വീടിന്റെ പെരുമയെന്ന് നികേഷ് പറയുമ്പോൾ അതിന് മാത്രം പെരുമ എന്താന്ന് നിധിയും ചോദിക്കുന്നുണ്ട്.
പെണ്ണുങ്ങൾ വാഴാത്തൊരു വീടാണിതെന്നും അതിനു മേലെ വേറെന്തു കാരണം വേണമെന്നും നികേഷ് ചോദിക്കുമ്പോൾ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളുടെ സ്വന്തക്കാരും നാട്ടുകാരും ഒന്നും നല്ലത് പറയുന്നില്ല. അതിനു മാത്രം എന്താ സംഭവിച്ചത്? നിങ്ങളുടെ അമ്മ മരിച്ചു പോയത് കൊണ്ട് പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് പറയുന്നത് എന്തിനാ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അമ്മ മരിച്ചു പോയതിനു ശേഷം അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചുവെന്നും അവരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണോ അല്ലാതെ വിളിച്ചോണ്ട് വന്നതാണോ എന്ന് അറിയില്ലെന്നും താനന്ന് തീരെ ചെറിയ കുട്ടിയായിരുന്നുവെന്നും നികേഷ് പറയുമ്പോൾ അവർക്ക് എന്ത് പറ്റിയെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അവർ ഈ വീട്ടിൽ അധികകാലമൊന്നും താമസിച്ചില്ലെന്നും പെട്ടെന്ന് തന്നെ ഈ വീട് വിട്ടു പോയെന്നും അത് മാത്രമല്ല ഞങ്ങളുടെ അമ്മ മരിച്ചു പോയതാണെന്നല്ലേ പറഞ്ഞത്. അവരെ കൊലപ്പെടുത്തിയത് അച്ഛനാണെന്ന് പറഞ്ഞ് അച്ഛനെ ജയിലിൽ അടച്ചു എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ നിധിയും പരിഭ്രമത്തോടെ എന്താടാ നീ പറയുന്നെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും സുധീഷേട്ടൻ ഏട്ടത്തിയമ്മയോട് പറഞ്ഞില്ലെന്ന് നികേഷ് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലെന്ന് നിധിയും. നിങ്ങളുടെ അച്ഛൻ സത്യമായിട്ടും അമ്മയെ കൊലപ്പെടുത്തിയോ എന്ന് നിധി ടെൻഷനോടെ ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാണ് അച്ഛനെ ജയിലിൽ അടച്ചതെന്നും അന്ന് തൊട്ട് നാട്ടുകാരുടെ ഈ വീടിനെ കുറിച്ചുള്ള മനോഭാവം മാറിയെന്നും ഇതെല്ലാം ഞാൻ ജനിച്ചു കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷമാണ് സംഭവിച്ചതെന്നും അതുകൊണ്ട് എന്താ നടന്നതെന്ന് തനിക്ക് കൃത്യമായിട്ട് അറിയില്ലെന്നും എനിക്കറിവായ കാലം തൊട്ടേ ആളുകളെല്ലാം നമ്മുടെ വീടിനെ ഇങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും ഇത് സുധീഷേട്ടൻ ഏട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് താൻ കരുതിയതെന്നും ഇങ്ങനത്തെ ഒരു കഥ പറയണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമെന്നും ഏട്ടത്തിയമ്മ പേടിക്കേണ്ടെന്നും നാട്ടുകാരാണ് ഈ വീടിനെ പറ്റി മോശം പറഞ്ഞുണ്ടാക്കുന്നതെന്നും അവരുടെ ഇഷ്ടത്തിന് അവരോരോ കഥകൾ പറഞ്ഞുണ്ടാക്കണമെന്നും നികേഷ് പറയുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ടെത്തുന്നുണ്ട്. അവരും ഉമ്മറത്തിരിക്കുന്നത് കണ്ട് അവര് വഴക്ക് പറഞ്ഞ് സുഭാഷ് അകത്തോട്ട് കയറാൻ പോകുമ്പോഴാണ് ഇന്റർവ്യൂവിനെ പറ്റി എന്താ ഒന്നും ചോദിക്കാത്തെന്ന് നിധി ചോദിക്കുന്നത്. സുഭാഷ് ഏട്ടൻ പറഞ്ഞിടത്തേക്ക് സുധീഷ് എന്നെയും കൂട്ടിക്കൊണ്ട് ഇന്റർവ്യൂവിന് ചെന്നെന്നും അവിടെ എത്തിയപ്പോഴാണ് ഇന്റർവ്യൂ നടക്കില്ലെന്ന് പറഞ്ഞതെന്നും ഇന്റർവ്യൂ നടന്നില്ലെന്നും ഇനി അവർ ഇന്റർവ്യൂ എപ്പോൾ നടത്തുമെന്ന് അറിയില്ലെന്നും സുഭാഷ് ഏട്ടൻ പറഞ്ഞിട്ടല്ലേ അവരാ ഇന്റർവ്യൂ നടത്തിയത്. ഇനി എന്ന് ഇന്റർവ്യൂ എടുക്കുമെന്ന് ഒന്ന് ചോദിച്ചു നോക്കാമോ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയെന്നും താൻ സുഭാഷ് ഏട്ടനെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ടെന്നും പക്ഷെ ആരോടാണ് താൻ ഈ ജോലിക്കാര്യം സംസാരിക്കേണ്ടതെന്ന് അറിയില്ലെന്നും സുഭാഷ് ഏട്ടന്റെ കമ്പനിയിൽ തനിക്കൊരു ജോലി തരാമോ എന്നും നിധി ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷും അവളോട് തൻ്റെ കൂടെ ഒരിടം വരെ വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടേക്കാണെന്ന് നിധി ചോദിക്കുമ്പോൾ തൻ്റെ കൂടെ വായെന്നും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് സുഭാഷ് നിധിക്ക് യാത്രയ്ക്കായി ഒരു ഓട്ടോ വിളിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് തന്റെ സൈക്കിളിലും നിധി ഒരു ഓട്ടോയിലും സുഭാഷിന്റെ പണി സൈറ്റിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആ വീട് കണ്ട് ഇതെല്ലാം ചേട്ടന്റെ ഡിസൈൻ ആണോ? തിരുവനന്തപുരത്തുകാർ ആർക്കിടെക്റ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നും ഏതു ചെറിയ വീടാണെങ്കിലും അതെല്ലാം ഒരു ആർക്കിടെക്റ്റിനെ വെച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ടെന്നും ഞങ്ങളുടെ നാട്ടിലെല്ലാം സിവിൽ എഞ്ചിനീയർമാരാണ് എല്ലാം നോക്കി നടത്തുന്നതെന്നും ആർക്കിടെക്റ്റിനെ വെച്ച് ഡിസൈൻ ചെയ്യുന്നതെല്ലാം കോസ്റ്റ്ലി ആണെന്ന് തൻ്റെ നാട്ടിൽ എല്ലാവരും ചിന്തിക്കുന്നതെന്നും ഇത് നല്ല സൂപ്പർ ഡിസൈൻ ആയിട്ടുണ്ടെന്നും ചേട്ടന് സമയം കിട്ടുമ്പോൾ ഇതിന്റെ സൈഡ് ഡിസൈൻ എല്ലാം തന്നെ കാണിക്കാമോ എന്നും നിധി ചോദിക്കുന്നുണ്ട്. സുഭാഷ് അത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ചേട്ടൻ ഏത് സമയവും ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ നിൽക്കാറാണോ? ആർക്കിടെക്ട്സ് എല്ലാം പൊതുവിൽ ഡിസൈൻ എല്ലാം കൊടുത്തിട്ട് എപ്പോഴെങ്കിലും ഇടയ്ക്ക് വന്ന് ജോലി ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പോവാറല്ലേ പതിവ് എന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോൾ ആ കാര്യം പറയാനാ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് സുഭാഷും. അതും പറഞ്ഞ് സുഭാഷ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം അവിടെ നിന്ന് മാറ്റി നിർത്തി നിധിയോടായി പറയുന്നുണ്ട്. നിധി തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച നിധിയോട് സത്യം പറയണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. സുധീഷ് എന്നെ പറ്റി കുട്ടിയോട് എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. എങ്കിലും അവൻ പറഞ്ഞ കള്ളത്തിന് ഞാനും കൂടെ നിൽക്കാൻ പാടില്ലല്ലോ. കുട്ടി വിചാരിക്കുന്നത് പോലെ ഞാൻ ആർക്കിടെക്റ്റോ സൂപ്പർവൈസറോ ഒന്നുമല്ല എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് അമ്പരപ്പോടെ ആർക്കിടെക്റ്റ് അല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. താൻ ആർക്കിടെക്റ്റ് അല്ലെന്ന് സുഭാഷ് പറയുമ്പോൾ നിധിക്കും ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇന്ന് നിധി ഇന്റർവ്യൂവിന് പോയ സ്ഥലമില്ലേ, അത് ഞാൻ പറഞ്ഞു വിട്ടതല്ല എന്ന് സുഭാഷ് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ റെക്കമെൻഡ് ചെയ്ത ഓഫീസാണെന്ന് പറഞ്ഞല്ലേ സുധീഷ് എന്നെ കൂട്ടിയിട്ട് പോയത് എന്ന് നിധിയും അങ്കലാപ്പോടെ ചോദിക്കുന്നുണ്ട്. അതങ്ങനെയല്ലെന്നും തനിക്ക് കുട്ടി ജോലി ചെയ്യുന്ന പോലത്തെ കമ്പനിയൊന്നും അറിയില്ലെന്നും സുധീഷ് എന്നെ പറ്റി ആർക്കിടെക്റ്റ് ആണെന്നാ പറഞ്ഞതെന്ന് നിധി വന്നെന്നോട് ജോലിക്കാരൻ ചോദിച്ചില്ലേ, അപ്പോഴാണ് താൻ അറിയുന്നതെന്ന് സുഭാഷ് പറയുന്നുണ്ട്. ആ സമയത്ത് തനിക്ക് സത്യം പറയാൻ സാധിച്ചില്ലെന്നും എത്ര നാളിങ്ങനെ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാനിങ്ങനെ മിണ്ടാതെ ഇരിക്കും, അതുകൊണ്ടാ സത്യം പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത്. കുട്ടി വിചാരിക്കുന്നത് പോലെ ഞാൻ ഒരു ആർക്കിടെക്റ്റ് അല്ല, ഒരു സാധാരണ മേസ്തിരിയാണെന്ന് സുഭാഷ് പറയുന്നുണ്ട്. നിധിയും അമ്പരപ്പോടെ മേസ്തിരിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ മോളെ, ഈ സുഭാഷ് ഏട്ടൻ ഒരു സാധാരണ മേസ്തിരിയാ. കുട്ടിയെപ്പോലുള്ള ആർക്കിടെക്റ്റ് കൊടുക്കുന്ന ഡിസൈനെല്ലാം ആളെ വെച്ച്
പണിയെടുപ്പിക്കുന്ന ഒരു സാധാരണ മേസ്തിരി. താൻ സ്കൂൾ പോലും മുഴുവനായി പഠിച്ചിട്ടില്ല. ചെറിയ വയസ്സിലെ ഓരോ ജോലിക്ക് ഇറങ്ങി തിരിച്ചതാ. അങ്ങനെ ചെറിയ ചെറിയ പണികളെല്ലാം ചെയ്ത് ഇപ്പോൾ മേസ്തിരിയായി. കുട്ടി വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ നിധിയും സുഭാഷിനോട് സോറി പറഞ്ഞ് സുധീഷാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് തനിക്കറിയാമെന്നും അവനെന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് തനിക്കറിയില്ലെന്നും ചിലപ്പോ ചേട്ടൻ മേസ്തിരിയാണെന്ന് പറയുന്നത് അവൻ അപമാനമായിട്ടുണ്ടാവും. അതോ ഇനി വേറെ എന്തെങ്കിലും കാര്യമാണോന്നറിയില്ല. ഇപ്പൊ പോലും നിന്നോട് സത്യം പറയാൻ അവൻ മടി കാണിക്കുന്നു. അവൻ പറഞ്ഞ പോലെയോ നീ വിചാരിക്കുന്ന പോലെയോ ഞാനൊരു വലിയ ആളൊന്നുമല്ല എന്നൊക്കെ സുഭാഷ് പറയുമ്പോൾ നിധിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവൻ സത്യം പറയുമ്പോൾ പറയട്ടെ, പക്ഷേ അതുവരെ എന്നെ കൊണ്ടിങ്ങനെ അഭിനയിക്കാൻ വയ്യ. മേസ്തിരിയായ എന്നോട് കുട്ടി ഒരു ജോലി ആവശ്യപ്പെടുമ്പോൾ എന്നെ അത് വലിയ ധർമ്മസങ്കടത്തിലാക്കി. ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി റെഡിയാക്കി തരുമെന്ന് നീ എന്നെ വിശ്വസിച്ചില്ലേ? ഇനിയും നിന്നോടിത് മറച്ചുവെക്കാൻ എനിക്കാവില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ജോലി ചെയ്യണമെന്ന് നീ അറിഞ്ഞിരിക്കണമെന്ന് കരുതി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് സുഭാഷ് പറയുമ്പോൾ നിധിയും ചേട്ടനോട് സോറി പറയുന്നുണ്ട്. സോറി ഒന്നും വേണ്ടെന്നും കുട്ടി എന്തു ചെയ്യാനായെന്നും സുധീഷ് പറഞ്ഞ കള്ളത്തിന് കുട്ടി എന്തിനു സോറി പറയണമെന്നും അവനൊരു നല്ല പയ്യനാണെന്നും പൊതുവിൽ ഞങ്ങളുടെ വീടിനെ പറ്റി ഈ നാട്ടിൽ ആർക്കും നല്ല അഭിപ്രായമില്ലെന്നും ചെറിയ കുട്ടിയാവുമ്പോഴേ അവനെ അത് നന്നായി ബാധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാവും പുതുതായി പരിചയപ്പെടുന്നവരോടെല്ലാം വീട്ടിലുള്ള ആളുകളെ പറ്റി ഇവൻ ഇങ്ങനെയെല്ലാം പറയുന്നത്. അറിയില്ല, താനങ്ങനെ ഒരു വലിയ ആർക്കിടെക്റ്റ് അല്ലെന്നും ഇല്ലാത്ത കാര്യം പറഞ്ഞ് കുട്ടിയെ പറ്റിക്കണ്ടല്ലോ എന്ന്. ഉറപ്പായും എനിക്കറിയാവുന്ന എഞ്ചിനീയേഴ്സിനോടെല്ലാം താൻ കുട്ടിയുടെ കാര്യം പറയാമെന്നും തന്നെ കൊണ്ടാവുന്നതെല്ലാം താൻ ചെയ്യാമെന്നും സോറി എന്നും സുഭാഷ് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നും താൻ ഇടയ്ക്കിടെ സുഭാഷേട്ടൻ്റെ അടുത്ത് വന്ന് ജോലി ചോദിച്ച് കഷ്ടപ്പെടുത്തിയെന്നും സോറി എന്ന് പറഞ്ഞ് ടെൻഷനോടെ വല്ലാത്തൊരവസ്ഥയിൽ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.